ഹലോ ഗൈസ്, ഞാനും പാത്തും ഇന്ന് പോകുന്ന സ്ഥലം താണാലൊരു ഡയാൽ സെൻ്ററിൽ ഇഫ്താർ മീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും മോളും കൂടെയാണ് കേട്ടോ ആ ഇഫ്താർ പരിപാടിക്ക് പോയത്. അങ്ങനെ ഞാനും ഓളോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഹെൽമെറ്റ് ഇടലും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയിൽ കയറിയിട്ട് നല്ലൊരു വൈബിന് ഈ സ്കൂട്ടുമ്മലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു വൈബായിരിക്കും. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ പോയി ഞാൻ പാത്തിനോട് ചോദിക്കുകയാണ് എന്താണ് എൻ്റെ അഭിപ്രായം, അടിപൊളിയല്ലേ സ്കൂട്ടുമ്മൽ പോകണതെന്നൊക്കെ. അവൾ ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ അങ്ങനെ സ്കൂട്ടുമ്മലൊക്കെ അവിടെ എന്തൊക്കെ ഒരു വെറൈറ്റി സംഭവം വിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പേരെന്തായാലും കമൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ലൊക്കേഷൻ നോക്കി അപ്പോൾ എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ വണ്ടി നിർത്തിയത്. അങ്ങനെ അവിടെ എത്തി. പിന്നെ അവിടെ പോയവിടത്തിന് നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സോട് ഒരുപാട് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അടുത്ത ആൾക്കാർ വരാൻ തുടങ്ങി. ഇതാണ് അവിടുത്തെ ഒരു പരിപാടിൻ്റെ ഒരു ലൊക്കേഷൻ. എന്താ കമന്റ് അതിനനുസരിച്ച് കൊടുക്കും. ഒരു മരം കുത്തി ഉണ്ട്. ആ മരം കുത്തിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുട്ടിയല്ലേ, രണ്ടെണ്ണുണ്ട്. ഒന്ന് കുറക്കല്ലോ. ഇപ്പൊ ഞങ്ങളല്ലോ 100K ആയ ചെലവെപ്പോ അത് വേണ്ട. നമ്മുടെ ബ്ലോഗേഴ്സും വിസിറ്റ് പേഷ്യൻറ്റും അവരുടെ ബസ് സ്റ്റാൻഡേഴ്സും എല്ലാം അപ്പോൾ ജുമയിലെത്തുണ്ട് കേട്ടോ നമ്മളെ കൂടെ. ഫ്രണ്ട്സുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സായാഹ്നത്തിൽ നമ്മളിവിടെ ഒത്തുകൂടിണ്ട്. ഇവിടെ ഒരുപാട് രോഗികളുണ്ട്. താങ്ക്സ് പറയാണ്. കാരണം ഒരുപാട് ദൂരത്തുനിന്നും ഒക്കെ വരുന്നവരുണ്ട്. ഞങ്ങൾ വിളിച്ചപ്പോഴും ഒരു ബുദ്ധിമുട്ടും പറയാണ്ട് ഇവിടെ എത്തിച്ചേർന്നതിന് ഞങ്ങളുടെ വക ഒരു ചെറിയൊരു പൂ തന്നിട്ട് ഞങ്ങളൊന്ന് ആദരിക്കുകയാണ്. അങ്ങനെ എനിക്കും പാത്തിനും ആ ഡയാൽ സെൻ്ററിൽ പൂവ് തന്ന് വെൽക്കം ചെയ്തിട്ടോ. അങ്ങനെ ആ പൂവ് കിട്ടിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. രോഗികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അവയവദാനത്തിന്റെ ഏറ്റവും വലിയ കിട്ടിയതാ. പക്ഷെ ഞാൻ പ്രൊപ്പോസ് ചെയ്യാൻ പോകാതിട്ട് രണ്ടാഴ്ച മുമ്പുള്ള ഒരു ദിവസം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചില്ല മറ്റൊരു പ്രചരണം, ഒരു നവമാധ്യമത്തിൽ നിന്ന് കിട്ടുന്ന പ്രചരണം അങ്ങനെയുള്ളതല്ല. അപ്പൊ അതിനു വേണ്ട ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിന് യോജിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു 4 വരി പാടിയിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ വെറുതെ പ്രസംഗങ്ങളാവും. അവരുടെ ഹൃദയം നമ്മളുടേതിനുമൊത്തു ഇടിക്കട്ടെ. അവരുടെ ഹൃദയം നമ്മളുടേതിനുമൊത്തു ഇടിക്കട്ടെ. അവരുടെ ശബ്ദം നമ്മളുടേതിനുമൊത്തു. ഇന്ന് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് പട്ടിണിയിലാണ്. അച്ഛനെ അമ്മനെ കൊല്ലുന്നവരുണ്ട്. അതുപോലെ കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാട്ട് പാടാൻ എത്തിയിരിക്കുന്നു. മകൾ ഫാത്തിമ. അപ്പോൾ ഇരിക്കാനും പറ്റില്ല. അവിടെ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ പരിചയപ്പെടുത്തി. ഒരുപാട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അവിടെ പാത്തുൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടായതുകൊണ്ട് അവൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ ഇതാണ് കേട്ടോ അവിടെ ഫുഡ്, ബിരിയാണി, അതുപോലെ തന്നെ പൊറാട്ട. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ കാരക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. കഴിക്കിരിക്കുന്നു ഗൈസ്. നോമ്പ് ഫസ്റ്റ്
എന്നെ വിളിക്കണ്ട. അവിടുത്തെ കാരക്ക ആ കുടിക്കാൻ നാരങ്ങ വെള്ളം, പിന്നെ അതുപോലെ തന്നെ വത്തക്ക ജ്യൂസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണി, പിന്നെ അതുപോലെ തന്നെ ഞാൻ പാത്തിനോട് ചോദിക്കാൻ എന്താണ് എൻ്റെ അഭിപ്രായം ബിരിയാണിയെ പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് അവളങ്ങനെ ഇഷ്ടമാണ് ബിരിയാണി കേട്ടോ. എന്ത് പറ്റിയേ വെച്ചോ അങ്ങനെ ഫർഷി അവിടെ അപ്പുറത്തെ സൈഡിൽ നല്ല തട്ടുകയാണ് ഗൈസ്. എല്ലാവരും പറയും ഫർഷി തിന്നലില്ല, നല്ല തിന്നലുണ്ട് കേട്ടോ, ശരീരത്തിൽ കാണിക്കാത്തതാണ്, അത് വേറെ കാര്യം. പിന്നെ അപ്പുറത്ത് തന്നെ ദിൽഷാദും പെണ്ണുങ്ങളും അവിടെ ഇരിക്കാനുണ്ടായിരുന്നു. അടിക്ക് പാത്തോ പാത്തോ ഒരായി പറയൂ. അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.